ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു വെറൈറ്റി, അതായത് നമ്മളെ ഇപ്പോഴത്തെ കാലത്തുള്ള മക്കൾക്ക് അവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് പഴയ ആ ഒരു ഓർമ്മകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു രുചിയിൽ ഒന്നാണ് നമുക്ക് ഈ തേങ്ങാച്ചോറെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ലൊരു തേങ്ങാച്ചോറ് നമുക്കുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഏകദേശം ഒരു തേങ്ങ തന്നെ ചിരകി അതെടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി തൊലിച്ച് അരിഞ്ഞെടുത്തതും, പിന്നെ നമ്മുടെ പച്ച നെല്ലുണ്ടല്ലോ, അതായത് നെല്ല് വയലിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങാത്ത നെല്ല്, ആ നെല്ല് കുത്തിയെടുത്ത് പാറ്റിയതിന് കഴുകിയെടുത്താണ്. 2 കപ്പ് അരിയിൽ ഉലുവ അര സ്പൂൺ ഉലുവയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കലത്തിൽ നമുക്ക് അല്ലാതെ സെപ്പറേറ്റ് വെക്കാം, പക്ഷേ ഇത് ഇങ്ങനെ വെക്കുമ്പം പെട്ടെന്ന് 2 വിസിലേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമുക്ക് ഏതായിരിക്കും ഇത് ചെയ്യാം. ഇപ്പം മട്ട അരിക്കോ മറ്റേത് റേഷൻ അരിക്കോ ഏതിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ഈ ഒരു അരിയുടെ ചോറ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിലാകെ കൈകൊണ്ട് നല്ല തിരി പിടിച്ച തേങ്ങയൊക്കെ വെള്ളം ഒഴിച്ചപ്പോൾ നല്ല തേങ്ങാപ്പാൽ പോലെ വന്നിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് 2-3 വിസിൽ വെച്ച് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ശരിക്കും കുക്കായി എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ഇനിയിപ്പോൾ സെർവ് ചെയ്യാം. ഇൻഷാല്ലാ നല്ല അടിപൊളി രുചിയുള്ള നല്ലൊരു തേങ്ങാച്ചോറാണ്. ആരും ഇതുപോലെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കരുതേ. അതിനുവേണ്ടി കോമ്പിനേഷൻ ഞാൻ നല്ലൊരു അടിപൊളി വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറി തന്നെ വേണമെന്നില്ല, മീൻ കറിയുടെ കൂടെയോ ഏറ്റവും നല്ല ചമ്മന്തി ഉണ്ടല്ലോ, നമ്മളെ തേങ്ങാ ചമ്മന്തി, തേങ്ങാ ചട്നിയും പച്ചമുളക് ഇട്ടരച്ച വെള്ള ചമ്മന്തി ആണെങ്കിലും അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തേങ്ങാച്ചോറാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അത്രയ്ക്കും കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഇന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഇൻഷാല്ലാ ഇന്നാണിത് പറ്റിയിട്ടുള്ളത്.